രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവരം മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണനെ CPM പുറത്താക്കി. പാർട്ടിയെ വഞ്ചിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയത്. പാർട്ടി ശത്രുക്കളുടെ കോടാലിക്കൈയായി മാറിയെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. 2022 ഏപ്രിൽ മാസം ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്ത കാര്യങ്ങളാണ് കുഞ്ഞികൃഷ്ണൻ വീണ്ടും ആരോപിച്ചതെന്നും വി കുഞ്ഞികൃഷ്ണൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തോടെ പാർട്ടി ശത്രുക്കളുടെ കോടാലിക്കൈയായി മാറിയെന്നും രാഗേഷ് കുറ്റപ്പെടുത്തി. റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ സർക്കാർ അപമാനിച്ചുവെന്ന് കോൺഗ്രസ്. 3ാം നിരയിലാണ് രാഹുൽ ഗാന്ധിക്ക് ഇരിപ്പിടമൊരുക്കിയത്. രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനോടുള്ള ഈ രീതിയിലെ അവഹേളനം അംഗീകരിക്കാനാവില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാല പ്രതികരിച്ചു. 2018 രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും പിൻനിരയിൽ ഇരിപ്പിടം നൽകിയതിനെതിരെയും കോൺഗ്രസ് പ്രതിഷേധമുയർത്തിയിരുന്നു. പ്രോട്ടോകോൾ പ്രകാരം ഏറ്റവും മുൻനിരയിൽ കേന്ദ്രമന്ത്രിമാർക്കൊപ്പമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഇരിപ്പിടം നൽകേണ്ടതെന്ന് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. നിരവധി പേർക്ക് 1ാം നിരയിൽ ഇരിപ്പിടമൊരുക്കിയിട്ടും പ്രതിപക്ഷ നേതാവിന്റെ ഇരിപ്പിടം മാത്രം 3ാം നിരയിലേക്ക് മാറ്റിയത് എന്തുകൊണ്ടാണെന്ന ചോദ്യവും കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. 3ാം നിരയിൽ രാഹുൽ ഗാന്ധി ഇരിക്കുന്ന ചിത്രമടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് കോൺഗ്രസിന്റെ ചോദ്യം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ സജീവമായതോടെ ജില്ലാ അധ്യക്ഷ ML അശ്വനിയുടെ സാധ്യത മങ്ങി. മഞ്ചേശ്വരത്ത് തന്നെ പരിഗണിക്കണമെന്ന് അശ്വനി നേരത്തെ പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം K സുരേന്ദ്രൻ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാവുന്നതിൽ BJPയിലെ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ട്. 3 തവണ പരാജയപ്പെട്ട സുരേന്ദ്രനെ മാറ്റി അശ്വനിയെ ഇത്തവണ പരിഗണിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ശശി തരൂർ CPMനോട് അടുക്കുന്നുവെന്ന ചർച്ചയിൽ കാര്യമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ശശി തരൂരിനെ ഒപ്പം കൂട്ടാൻ ദുബൈയിലെ വ്യവസായി വഴി CPM പാലമിട്ടെന്ന വിവരം ഇന്നലെയാണ് പുറത്തുവന്നത്. എന്നാൽ തരൂർ ഇത് നിഷേധിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇതേക്കുറിച്ചുള്ളത് സാങ്കല്പിക ചോദ്യമെന്നാണ് പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം കൊച്ചിയിൽ കോൺഗ്രസിന്റെ മഹാപഞ്ചായത്തിൽ അവഗണിച്ചതിൽ കടുത്ത അതൃപ്തിയുള്ള തരൂർ മറ്റന്നാൾ രാഹുൽ ഗാന്ധിയെ കാണും. തരൂരിന്റെ അതൃപ്തി പരിഹരിക്കണമെന്നാണ് സംസ്ഥാനത്തെ നേതാക്കളുടെ അഭിപ്രായം. കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ നിർത്തിയിട്ട വാഹനത്തിൽ വെച്ച് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ പരസ്യമായി മദ്യപിച്ചു. ഡ്യൂട്ടി സമയത്ത് സിവിൽ വേഷത്തിലുണ്ടായിരുന്ന 6 പോലീസുകാരാണ് മദ്യപിച്ചത്. കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന് തൊട്ടുമുന്നിലെ റോഡരികിൽ നിർത്തിയിട്ട വാഹനത്തിലായിരുന്നു പോലീസുകാരുടെ കൂട്ട മദ്യപാനം. 6 പേരും കഴക്കൂട്ടം സ്റ്റേഷനിലെ CPOമാരാണ്. വിവാഹ സൽക്കാരത്തിന് പോകുന്നതിന് മുന്നോടിയായിരുന്നു മദ്യപാനം. വാഹനം ഓടിക്കുന്ന CPO അടക്കമുള്ളവർ മദ്യപിക്കുന്നത് ദൃശ്യത്തിൽ വ്യക്തമാണ്. മദ്യപിച്ച ശേഷം ഇതേ വാഹനത്തിലാണ് ഇവർ വിവാഹ സൽക്കാരത്തിനായി പോയത്. മദ്യപാനത്തിനും വിവാഹ സൽക്കാരത്തിനു ശേഷം ഇവർ വീണ്ടും ഡ്യൂട്ടിയിൽ പ്രവേശിച്ചു. കരുനാഗപ്പള്ളിയിൽ ഹോട്ടലിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച അപകടം. കരുനാഗപ്പള്ളി ചെറിയഴീക്കൽ റോഡിൽ പ്രവർത്തിക്കുന്ന നവഗ്രഹ ഹോട്ടൽ ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് അപകടമുണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. അടുക്കള പൂർണ്ണമായും കത്തി നശിച്ചു. ഫ്രിഡ്ജ് ഉൾപ്പെടെയുള്ള സാധനങ്ങളും നശിച്ചു. തലനാരിഴയ്ക്കാണ് ആളപായം ഒഴിവായത്. അഞ്ചൽ ESI ആശുപത്രി അടച്ച് ഡോക്ടറും ജീവനക്കാരും കല്യാണത്തിന് പോയി. സഹപ്രവർത്തകന്റെ കല്യാണത്തിന് പങ്കെടുക്കാനാണ് ആശുപത്രി അടച്ച് ഡോക്ടറും സംഘവും പോയത്. പിന്നാലെ AYF യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. ജീവനക്കാർ ഓഫീസിലെത്തി ഒപ്പിട്ടാണ് കല്യാണത്തിന് പോയതെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. ഒടുവിൽ ജീവനക്കാരൻ മടങ്ങിയെത്തി ആശുപത്രി തുറന്നു. SNDP യോഗവുമായുള്ള ഐക്യനീക്കത്തിൽ നിന്ന് പിന്മാറാനുള്ള കാരണങ്ങൾ തുറന്നു പറഞ്ഞ് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. വെള്ളാപ്പള്ളിയുടെ ഐക്യനീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് വ്യക്തമായതോടെയാണ് NSS പിന്മാറിയതെന്ന് സുകുമാരൻ നായർ തുറന്നടിച്ചു. BJPയെ മുന്നണിയായ NDAയുടെ പ്രമുഖ നേതാവായ തുഷാർ വെള്ളാപ്പള്ളിയെ ഐക്യ ചർച്ചകൾക്കായി ദൂതനായി അയച്ചതിൽ രാഷ്ട്രീയ ലക്ഷ്യം വ്യക്തമാണെന്ന് സുകുമാരൻ നായർ ചൂണ്ടിക്കാട്ടി. ആദ്യം അങ്ങനെ തോന്നിയില്ലെങ്കിലും പിന്നീട് തുഷാറിനെ ദൂതനാക്കിയത് ശരിയല്ലെന്ന് ബോധ്യമായതുകൊണ്ടാണ് NSS പിന്മാറിയതെന്ന് മാധ്യമങ്ങളോട് സുകുമാരൻ നായർ തുറന്നു പറഞ്ഞു. രാജ്യത്തിന്റെ പുരോഗതിക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേന്ദ്രവും സംസ്ഥാനവും ശത്രുക്കളല്ല, വിയോജിപ്പുകൾ ഉണ്ടാകാമെങ്കിലും രാജ്യത്തിന്റെ പുരോഗതിക്ക് സൗഹൃദത്തോടെ മുന്നോട്ടു പോകണമെന്നും ഗവർണർ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞു. പല മേഖലകളിലും കേരളം രാജ്യത്ത് ഒന്നാമതാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറഞ്ഞു. വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ കേരളം മുന്നിലാണെന്നും ഗവർണർ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ 100% പോളിംഗ് ഉണ്ടാകണമെന്നും ഗവർണർ ആഹ്വാനം ചെയ്തു.
മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകിയതിനെ സ്വാഗതം ചെയ്ത CPM. അംഗീകാരത്തിൽ കുടുംബത്തിനൊപ്പം പാർട്ടിക്കും സന്തോഷമുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. VS മമ്മൂട്ടിയും ഉൾപ്പെടെ 8 മലയാളികൾക്കാണ് പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്.